അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. പീസോട് സർവീസ് സഹായിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. സർവീസ് സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിൽ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 5ാമത്തെ ആർട്ടിക്കിൾ നമ്മൾ ചർച്ചാ വിധേയമാക്കുന്നു. സോ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇതുവരെയായിട്ട് 4 ചാപ്റ്ററുകൾ കവർ ചെയ്തു. ഇനി എക്സ്പെൻഡിച്ചർ എന്നുള്ള മെയിൻ ഇൻകറിങ് എക്സ്പെൻഡിച്ചർ എന്നുള്ള മെയിൻ സബ്ജക്റ്റിൽ നിന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും ചെലവുകളും അതിൽ വരാവുന്ന ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ അടുത്ത അധ്യായം 5ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. കണ്ടിജൻസീസ്. ഈ കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ അനുബന്ധ ചെലവുകളാണ്. അനുബന്ധ ചെലവുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനുബന്ധമായാലും അല്ലാത്തതായാലും ഒക്കെ ചിലവ് തന്നെ. അപ്പോൾ കണ്ടിജൻ്റ് ചിലവുകൾ എന്നുള്ള രീതിയിൽ വരുന്നത് ഓഫീസ് നടത്തിപ്പിന് വേണ്ടി വരുന്ന ചിലവുകൾ, ട്രാവലിംഗ് അലവൻസ് വേണ്ടി വരുന്ന ചിലവുകൾ, ഇതൊക്കെ കണ്ടിജൻ്റ് ചിലവുകളാണ്. ദ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് വിച്ച് ഈസ് നെസസറിലി ഇൻകേർഡ് ഇൻ റണ്ണിങ് ആൻ ഓഫീസ് ഈസ് ടേംഡ് ആസ് കണ്ടിജൻസീസ്. അപ്പോൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്നുള്ളതിന് ഒരു ശരിക്കുള്ള മലയാളം എന്താ പറയുന്നത്? അനാമത്ത് കൂലി എന്നൊക്കെ പറയാം. ശരിക്ക് അനാമത്തുകൾ. കാരണം ഈ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്നുള്ളത് ഇപ്പോൾ TAൻ്റെ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. ഈ TAൻ്റെ ചാപ്റ്ററിൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റിന് പുറമെ ട്രെയിൻ യാത്രയിലുള്ള അനുബന്ധ ചെലവുകൾക്ക് കൊടുക്കുന്നത് കിലോമീറ്ററിന് ഇത്ര പൈസ ഇൻസിഡൻ്റൽ വടയും ചായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയണ്ടായി ചർച്ച ചെയ്യണം. അതിന് കൊടുക്കുന്ന കാശിൻ്റെ പേര് ഇൻസിഡൻ്റൽ എക്സ്പെൻസാണ്. എന്നതുപോലെ ഒരു ഓഫീസ് റൺ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവുകളെയാണ് കണ്ടിജൻസി. ദ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് നെസസറിലി ഇൻകേർഡ് ഇൻ റണ്ണിങ് ആൻ ഓഫീസ് ഈസ് ടേംഡ് ആസ് കണ്ടിജൻ്റ് ചാർജസ് എന്ന്. The contingent expenditure on furniture is treated as office expense. അപ്പോൾ ഒരു ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഫർണിച്ചർ വാങ്ങണം, ഇല്ലാണ്ട് ഓഫീസ് നടക്കില്ലല്ലോ ഫർണിച്ചർ. പക്ഷേ ആ ഓഫീസ് റൺ ചെയ്യാൻ അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഓഫീസ് എക്സ്പെൻസ് ആണ്, പക്ഷേ കണ്ടിജൻ്റ് ആണ്. അങ്ങനെയാണ് സംഗതി. The contingent expenditure on furniture is treated as office expense. Government officers are not entitled to send communication of their leave. They pay and leave salary, leave allowances and their transfer at the expense of the state. Fixed amount sanctioned to each office for which urgent or unexpected petty items of expenditure are met from permanent advance. permanent advance. അപ്പോൾ അവർക്ക് എല്ലാ ഓഫീസുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവമുണ്ട്, ഒരു തുക അഡ്വാൻസ്. അതെന്തിനാണ്? അതൊരു ഫിക്സഡ് എമൗണ്ട് സാങ്ഷൻ ടു ഈച്ച് ഓഫീസ് ഫ്രം which urgent or unexpected petty items of expenditure are met from permanent advance. അപ്പോൾ പെറ്റി എക്സ്പെൻസുകളോ അർജൻറ്റ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചറോ പെട്ടെന്ന് ചിലവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എടുത്ത് ചിലവഴിക്കുന്നതിന് വേണ്ടി എല്ലാ ഓഫീസുകൾക്കും ഒരു തുക അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടിജൻസി ചിലവുകൾക്കാണ് കേട്ടോ അത്. ഞാനത് വിശദീകരിച്ച് ക്ലാസ്സിലൊക്കെ പറയാറുള്ളത്, നൂല്, പശ, മഷി, ബ്ലേഡ്, റീഫില്ല്, മെഴുകുതിരി, അരക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഓഫീസിന് ആവശ്യമാണ്. ഇതെവിടുന്ന കിട്ടുക? അരക്ക് ചില കവറുകൾ സീൽ വെച്ച് കൊടുക്കണം, നിർബന്ധമാണ്. അപ്പോൾ ആ സീലൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അരക്ക് വേണം. അരക്ക് ഇവിടുന്ന് കിട്ടുക? കടയിൽ പോയി വാങ്ങണം, അല്ലാതെ അരക്ക് സപ്ലൈ ഇല്ലല്ലോ. ഇപ്പോൾ പേപ്പറാണ് കാര്യമായിട്ട്. അങ്ങനെ നൂലും മഷി അടക്കം തന്നെ വരികയാണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ വളരെ ഒരു റീഫിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ മഷി വാങ്ങുമ്പോൾ വളരെ ചെറിയ ചിലവേ വരുന്നുള്ളെങ്കിലും
10-20 സ്റ്റാഫുള്ളടുത്ത് മഷി അല്ലെങ്കിൽ റീഫിൽ 20 റീഫിൽ വാങ്ങിച്ചാൽ എല്ലാവരും ഓരോന്നെടുത്ത് 20 റീഫിൽ തീർന്നു. ഒരെണ്ണത്തിന് 50 പൈസ അല്ലെങ്കിൽ ₹1 ഉള്ളൂ എങ്കിൽ 20 രൂപയില്ലേ. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ചെലവഴിക്കുന്നതിന് വേണ്ടി ആ ഓഫീസിൽ ഒരു പെർമനൻ്റ് ആയിട്ടൊരു തുക അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായി ചെലവഴിക്കുന്നതിന് മുമ്പ്, പൂർണ്ണമായി തീരുന്നതിന് മുമ്പ് 5-10 രൂപ മാത്രം ബാക്കിയാക്കുന്ന ബാക്കി എല്ലാം ചെലവഴിക്കാം. അതിൻ്റെ വൗച്ചറും പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് കണ്ടിജൻ്റ് ബില്ല് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാറോ ബാക്കി തുക. അപ്പോൾ 500 രൂപ പെർമനൻ്റ് അഡ്വാൻസ് ഉണ്ടെങ്കിൽ 490 റുപ്യ വരെ എന്ത് ചെയ്യാം, ചിലവാക്കാം. ബാക്കി അവിടെ ഇരുന്നോട്ടെ 10 രൂപ അഡ്വാൻസ് ആണ് അവിടെ ഉണ്ടല്ലോ. ഈ 490 രൂപയ്ക്കുള്ള ബില്ലും വൗച്ചറും പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാറോ കണ്ടിജൻ്റ് ബില്ലായിട്ട് 490 ക്യാഷ് ചെയ്ത് എടുക്കാം ഡ്രോയിങ് ഓഫീസർ. അപ്പോൾ 500 വെക്കാം. ഇങ്ങനെ എല്ലാ കാലത്തും ഈ 500 എന്താണ് അവിടെ ഉണ്ടാവും അഡ്വാൻസ്. അതിൻ്റെ പേരാണ് പെർമനൻ്റ് അഡ്വാൻസ്. അപ്പോൾ ഈ വൗച്ചറും ബാക്കിയുള്ള കാശും കൂടി നോക്കിയാൽ 500 കറക്റ്റായിരിക്കും പെർമനൻ്റ് അഡ്വാൻസ്. അപ്പോൾ പെർമനൻ്റ് അഡ്വാൻസും കണ്ടിജൻ്റ് വകയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ടിജൻ്റ് എക്സ്പെൻസ്. അപ്പോൾ ഫിക്സഡ് എമൗണ്ട് സാങ്ഷൻ ടു each office from which urgent or unexpected petty items of expenditure are met from, that is termed permanent advance. Ways and means advance is a fixed amount sanctioned by government to each office from which urgent of unforeseen expenditure can be met. Ways and means advance. അത് ഒരു ഓഫീസിന് അനുവദിച്ച് കൊടുക്കുന്നത് എന്തിനാണ്? അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതും കണ്ടിജൻ്റ് ആണ്. ആസ് എ ജനറൽ റൂൾ, നോ മണി മേ ബി ഡ്രോൺ ഫ്രം ദി ട്രഷറി അണ്ടിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇമ്മീഡിയറ്റ് ഡിസ്ബേഴ്സ്മെൻറ്റ്. പെർമനൻ്റ് അഡ്വാൻസ് ഈസ് ആൻ എക്സംഷൻ ടു ദിസ് റൂൾ. ട്രഷറിയിൽ നിന്ന് ഒരു പൈസ വിഡ്രോ ചെയ്ത ഉടനെ അതെന്ത് ചെയ്യണം? ഡിസ്ബേഴ്സ് ചെയ്യണം. ആർക്കൊക്കെ അതൊക്കെ വീതിച്ച് കൊടുത്തോളണം. ഒരിക്കലും ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്ത പൈസ ഡ്രോയിങ് ഓഫീസർ ഇങ്ങനെ കയ്യിൽ വയ്ക്കാൻ പാടില്ല. അതിനൊരു അപവാദമാണ് പെർമനൻ്റ് അഡ്വാൻസ്. കാരണം പെർമനൻ്റ് അഡ്വാൻസ് വിഡ്രോ ചെയ്താൽ അത് വീതിച്ച് കൊടുക്കേണ്ടതില്ല, അത് കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെക്കാം. അഡ്വാൻസ് TA പെയ്ഡ് from permanent advance to non-gazetted government servants should be limited to actual rail or bus fare both ways. ഈ പെർമനൻ്റ് അഡ്വാൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം? എ ട്രാൻസ്ഫർ അഡ്വാൻസ് TA പെയ്ഡ് ഫ്രം പെർമനൻ്റ് അഡ്വാൻസ് ടു non-gazetted government servants should be limited to actual rail or bus fare. അപ്പോൾ നോൺ ഗസറ്റഡ് ഓഫീസറെ ഓഫീസ് ആവശ്യത്തിന് പറഞ്ഞയക്കണം. അയാൾക്ക് TA ഉണ്ട് ആ പോക്കിന്. TA പാസ്സായി വന്നിട്ടുണ്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ ഇയാൾക്ക് ബസ്സിന് പോകാൻ കാശില്ല. ആക്ച്വലി വണ്ടി കൊടുത്ത് വിടണം ഓഫീസർ. അപ്പോൾ ഓഫീസർ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ട, അവിടെ പെർമനൻ്റ് അഡ്വാൻസ് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ എത്രയേ കൊടുക്കാൻ പാടുള്ളൂ? കറക്റ്റ് ബസ് ഫെയർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ റെയിൽ ഫെയർ കൊടുക്കാൻ പാടുള്ളൂ. വഴിച്ചെലവില്ല. അതാണ് ആ എമൗണ്ട്. എന്ത് ചെയ്യും? മേലെ TA ബില്ല് വന്ന് പാസ്സായി വരുമ്പോൾ ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്യണം? തിരിച്ചു പിടിച്ചിട്ട് എവിടെ വെക്കണം? പെർമനൻ്റ് അഡ്വാൻസിൽ വെക്കുകയും വേണം. അപ്പോൾ പെർമനൻ്റ് അഡ്വാൻസ് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്നർത്ഥം. Rules and regulations to grant permanent advance are contained in Article 95. ഈ പെർമനൻ്റ് അഡ്വാൻസ് പാസ്സാക്കുകയും അത് ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ റൂള്, അതിൻ്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും ആർട്ടിക്കിൾ 95 വിവരിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ കോഡിൻ്റെ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 5 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 95 100 താഴെ എപ്പോഴും നിൽക്കുന്നത്. കുറേ 380ഓളം ആർട്ടിക്കിൾ 340ഓളം ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 340ഓളം ആർട്ടിക്കിൾ ഉണ്ട്. അതിലിപ്പോൾ 100ൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ 3/1 അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആർട്ടിക്കിളുകളിലെല്ലാം പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ മാത്രം തന്നെയാണ്. അടുത്തത്, ദ പെർമനൻ്റ് അഡ്വാൻസ് ഓഫ് എ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ബി
5 and has to be fixed and sanctioned by government. അത് ഫിക്സ് ചെയ്യുന്നതും സാങ്ഷൻ ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്. ഇത് പെർമനൻറ്റ് അഡ്വാൻസ് ഓഫ് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ബി ഫിക്സ് ആൻഡ് സാങ്ഷൻ ബൈ ഗവൺമെൻറ്. എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്, സാങ്ഷൻ ചെയ്യുന്നതും. അപ്പോൾ ഗവൺമെൻറ് പെർമനൻറ്റ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. The head of a department may sanction permanent advance to a government servant serving under him, not exceeding the amount considered appropriate by the accountant general. അക്കൗണ്ടൻറ്റ് ജനറൽ അനുവദിച്ചു കൊടുത്ത് അപ്രോപ്രിയേറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ആർക്ക് പാസ്സാക്കാൻ പറ്റില്ല? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് പാസ്സാക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിനും പെർമനൻ്റ് അഡ്വാൻസ് പാസ്സാക്കാം, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനും പെർമനൻ്റ് അഡ്വാൻസ് പാസ്സാക്കാം. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മേ സാങ്ഷൻ പെർമനൻ്റ് അഡ്വാൻസ് ടു ഗവൺമെൻറ് സർവൻറ്റ് serving under him, not exceeding the amount considered appropriate by the accountant general. അക്കൗണ്ടൻറ്റ് ജനറൽ അപ്രോപ്രിയേറ്റ് ചെയ്ത ഒരു എമൗണ്ടിനേക്കാൾ കൂടിയ തുക പാസ്സാക്കാൻ ആർക്ക് പറ്റില്ല? ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. പക്ഷേ ദ പെർമനൻറ്റ് അഡ്വാൻസ് ഓഫ് എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ബി ഫിക്സ് ആൻഡ് സാങ്ഷൻ ബൈ ഗവൺമെൻറ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ള പെർമനൻറ്റ് അഡ്വാൻസ് ഉണ്ടല്ലോ, അത് ഫിക്സ് ചെയ്യുന്നതും സാങ്ഷൻ ചെയ്യുന്നതും ഗവൺമെൻറ്. അപ്പോൾ ഡയറക്ടറേറ്റിലേക്കുള്ള പെർമനൻ്റ് അഡ്വാൻസ് സർക്കാർ പാസ്സാക്കും. ഏജ് അപ്രോപ്രിയേറ്റ് ചെയ്ത ഒരു എമൗണ്ടിനേക്കാൾ അധികരിക്കാത്ത പെർമനൻ്റ് അഡ്വാൻസിൻ്റെ തുക ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആർക്ക് പാസ്സാക്കും? സബോർഡിനേറ്റ്സിന് പാസ്സാക്കി കൊടുക്കും. അതാണ് പെർമനൻ്റ്. അപ്പോൾ പെർമനൻ്റ് അഡ്വാൻസ് കണ്ടിജൻസിയിൽ കാര്യമായിട്ട് പറയാനുള്ളത് പെർമനൻ്റ് അഡ്വാൻസ് ആണ്. പിന്നെ ഈ കണ്ടിജൻസിൻ്റെ ബില്ലുകളും അതിൻ്റെ കാര്യങ്ങളും 59, 60, 61 അങ്ങനെ 3 ബില്ലുകളാണ്. TR 59, TR 60, TR 61 ട്രഷറി കോഡിൽ ഈ കണ്ടിജൻ്റ് കാര്യങ്ങളൊക്കെ ബില്ല് എഴുതിയെടുക്കുമ്പോൾ ആ ബില്ലിന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി. ഇപ്പോൾ എല്ലാം 59C ബില്ല് ഒറ്റ ബില്ലാക്കി മാറ്റി. 42 പോയി, കണ്ടിജൻ്റ് ബില്ല് പോയി, കൗണ്ടർ സൈൻഡ് കണ്ടിജൻ്റ് പോയി, എല്ലാത്തിനും ഇപ്പോൾ ഒറ്റ ബില്ലാണ്. ഏകീകരിച്ചു. അത് ഈ കമ്പ്യൂട്ടറൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒറ്റ ബില്ലാണ്. പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ അഡ്വാൻസിന് ഈ ബില്ലാണ്, ഈ 59C ആണ്. എന്തിന്? ഈ സറണ്ടർ ഓഫ് ടെർമിനൽ സറണ്ടറിൻ്റെ ബില്ല് വരെ 59C വാങ്ങുന്നത്. കാരണം അതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലല്ലല്ലോ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്തവർക്ക് സറണ്ടർ ബില്ല് വരെ കൊടുക്കുന്നത്. അങ്ങനെ ബില്ലുകൾ മിസ്ലേനിയസ് ആയിട്ടുള്ള ബില്ലുകൾ മുഴുവനും കൊടുക്കുന്നതിന് 42 ആണ്. TR 42 നേരത്തെ ഉപയോഗിച്ചിരുന്നത് ട്രഷറിയിൽ. പിന്നെ കൗണ്ടർ സൈൻഡ് ബില്ല്, നോൺ കൗണ്ടർ സൈൻഡ് ബില്ല്, കണ്ടിജൻ്റ് ബില്ലുകൾ 59, 60, 61 എന്നിങ്ങനെ 3 TR ഫോമുകളുണ്ട്. ഇതൊക്കെ മാറ്റി. KCPF നിന്ന് അഡ്വാൻസ് എടുക്കുകയാണെങ്കിൽ ഫോം D ആയിരുന്നു. അത് പിന്നെ ഗവൺമെൻറ്റിലാണെങ്കിൽ GPF ബില്ലിന് D1 അങ്ങനെ കണ്ടുമായിരുന്നു. നോൺ റീഫണ്ടബിൾ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒക്കെ പ്രത്യേകം ബില്ലുകൾ അതെല്ലാം എന്ത് ചെയ്തു? മിനിമൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒറ്റ ബില്ലാക്കി മാറ്റിയിട്ടുണ്ട്. ആ ബില്ല് TR 59C എന്ത് ട്രഷറി കോഡിലാണ് ആ ബില്ലുകൾ വരുന്നത്. അഡ്വാൻസ് TA paid from permanent advance to non-gazetted government servants shouldn't be limited actual rail or bus fare. Rules and regulations to grant permanent advance are contained in article നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Every order sanctioning the grant of revision of permanent advance should be communicated to both the government servant and the accountant general. രണ്ടാൾക്കും അയച്ചു കൊടുക്കണം. പെർമനൻ്റ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കൂട്ടരെയും എന്ത് ചെയ്യണം? വിവരം അറിയിക്കണം. For the revision of the amount of an existing permanent advance, the application should be submitted to competent authority through the accountant general. ഇതിൽ കാര്യമായിട്ട് പെർമനൻ്റ് അഡ്വാൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം എന്താണ്? പെർമനൻ്റ് അഡ്വാൻസിൽ നിന്നാണ്
ഓഫീസ് കണ്ടിജൻറ്റുകൾ മൊത്തം പോകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഓഫീസ് കണ്ടിജൻസ് മൊത്തം പോകുന്നത് കൊണ്ടാണ് പെർമനൻ്റ് അഡ്വാൻസിന് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അത് പാസ്സാക്കുന്ന വിവരങ്ങളും ചിലവാക്കുന്നത്. അപ്ലിക്കേഷൻ ഫോർ ഇനീഷ്യൽ ഗ്രാൻഡ് ഓഫ് പെർമനൻ്റ് അഡ്വാൻസ് ഷുഡ് ബി submitted to the authority competent to sanction it through the accountant general. അപ്പോൾ ഒരു ഓഫീസിന് പെർമനൻ്റ് അഡ്വാൻസ് സാങ്ഷൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കോമ്പിറ്റൻ്റ് അതോറിറ്റിക്കുള്ള അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ അപേക്ഷ എങ്ങനെ പോകണം? ത്രൂ ഏജ് വഴി പോകണം. അതാണ് ആപ്ലിക്കേഷൻ ഫോർ ഇനീഷ്യൽ ഗ്രാൻഡ് ഓഫ് പെർമനൻ്റ് അഡ്വാൻസ് should be submitted to the authority competent to sanction it through the accountant general. Every year on 15th April, the holder of a permanent advance, when there is no change of incumbent or amount of permanent advance, should furnish an acknowledgement to the accountant general for the amount of permanent advance. ആളും മാറിയിട്ടില്ല, എമൗണ്ടും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഏപ്രിൽ 15 മുമ്പ് അതിൻ്റെ സ്റ്റാറ്റസ്, പെർമനൻ്റ് അഡ്വാൻസിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം? ഏജിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. The holder of a permanent advance should submit an acknowledgement of it at the close of each financial year to the accountant general. അത് നേരത്തെ പറഞ്ഞത് തന്നെ. പക്ഷെ അത് നേരത്തെ പറഞ്ഞപ്പോൾ ഏപ്രിൽ 15 മുമ്പ് അയക്കണം. ഇത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഉടനെ അയക്കണം എന്നർത്ഥം. For sending the acknowledgement for the amount of permanent advance to the accountant general on occasion other than charge of incumbents should be in Form 80A KFC Volume 2. ആ അയക്കേണ്ട അക്നോളജ്മെൻറ്റിൻ്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫോം 80A ഫോമാണ് KFC Volume 2. KFC Volume 2 ഉപയോഗിക്കേണ്ടത്. The recoupment of permanent advance impermissible. The recoupment of permanent advance is permissible. അത് എപ്പോഴൊക്കെ? At the end of each calendar year, not financial year. ഡിസംബർ 31. അപ്പോൾ എന്ത് ചെയ്യണം? ഡിസംബർ ആയ പിന്നെ അത് റിക്യൂപ്പ് ചെയ്തെടുക്കാം. ചിലവായത് മുഴുവൻ റിക്യൂപ്പ് ചെയ്തെടുക്കാം. അല്ലെ when the balance in hand has become inconveniently small. ചെറുതാകുമ്പോൾ അതാണ് ഞാൻ നേരത്തെ 10 രൂപയുടെ കാര്യം പറഞ്ഞത്. കൺവീനിയൻ്റ്ലി സ്മോൾ. അതിലുള്ള എമൗണ്ട് ബാലൻസ് വളരെ ചെറിയ തുകയാകുമ്പോൾ, മുഴുവൻ ചിലവാക്കാൻ പാടില്ലേ, ചെറിയ തുകയാകുമ്പോൾ, അതിൻ്റെ ബാലൻസ് ചെറിയ തുകയാകുമ്പോൾ എന്ത് ചെയ്യാം? റിക്കപ്പ് ചെയ്യാം. മൂന്നാമത്തത് വെൻ എ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ടേക്സ് പ്ലേസ് ഇൻ ദി കോഴ്സ് ഓഫ് എ കലണ്ടർ മന്ത്. ഒരു മാസത്തിനിടക്ക് ട്രാൻസ്ഫർ ഓഫ് ചാർജ് വരികയാണെങ്കിലും എന്ത് ചെയ്യാം? റിക്കപ്പ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ ചാർജ് പോവുകയാണ്, നമ്മൾ ഒരു മാസത്തിൻ്റെ ഇടയിൽ ചാർജ് പോവുകയാണ്, മറ്റേ ആൾക്ക് ഇനി ഇതൊക്കെ പാസ്സാക്കി വന്ന് എടുത്തിട്ട് വേണമെങ്കിൽ വേണ്ടേ, ഇയാളെ പേരിലേക്ക് ഇത് കിട്ടിയിട്ട് വേണ്ടേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാറ്? അതുവരെ ചിലവായത് എന്ത് ചെയ്യാം? റിക്കപ്പ് ചെയ്തെടുത്തിട്ട് ഇയാൾ അവിടെ വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അടുത്താൾക്ക് ചിലവാക്കാൻ വേണ്ടി ശരിയാക്കി കൊടുക്കാം. അടുത്താൾക്ക് ചിലവാക്കാൻ വേണ്ടി ശരിയാക്കി കൊടുക്കാം. അങ്ങനെ the time limit for the presentation of a final bill for advance drawn is 3 months. The time limit for presentation of a final bill for advance drawn is 3 months. 3 മാസമാണ് ഫൈനൽ ബില്ലിൻ്റെ അഡ്വാൻസ് ഡ്രോൺ ചെയ്യാനുള്ളതായിരിക്കുന്ന കാലാവധി 3 മാസം. 3 മാസമാണ് എന്നർത്ഥം. Rate of interest on unutilized portion of the advance under Article 19(9) KFC from the date of drawal to the date of refund is 18%. 18%. Rate of interest unutilized portion of the advance. ഏത് അഡ്വാൻസിൻ്റെയും അൺയൂട്ടിലൈസ്ഡ് പോർഷൻ എന്ത് ചെയ്യണം? വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുള്ള 18% കൂട്ടി അടയ്ക്കണം. 18% കൂട്ടി അടയ്ക്കണം. ഓക്കെ. സർവീസ് സഹായിയുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.
വരുന്ന എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി പറയാം. കണ്ടിജൻസി അതൊന്ന് പറയാനുണ്ട്. ഓക്കെ, സർവീസ് സഹായിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വരുന്ന എപ്പിസോഡിൽ കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 5 നമുക്ക് തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.